തലേ ദിവസം കിടക്കുമ്പോൾ അലാറമൊക്കെ വെച്ചിട്ട് കിടക്കും കേട്ടോ. കാരണം നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഹെൽത്ത് അതിന് അനുവദിക്കുന്നില്ല ഗൈസ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഒട്ടും വയ്യാതെ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നേരം വൈകിയാണ് ഇപ്പോൾ എണീക്കണത്. രാവിലെ എണീറ്റ് സിറ്റൗട്ട് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ആകെ വെള്ളം ആയിട്ട് കിടക്കണമായിരുന്നു. ഇന്നലെ രാത്രി നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും അടുക്കളയിലോട്ട് ഓടി വന്ന് ഗ്രീൻ ടീക്കിലെ വെള്ളമൊക്കെ വെച്ചു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലക്കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇത് റെഡിയാക്കി വെക്കലാണ്. അപ്പോഴേക്കും ഇത് ഗ്രീൻ ടീയുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്ന് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. കാരണം ഒന്ന് ചൂടറിയതിനു ശേഷം കുടിക്കാമല്ലോ. ഇന്ന് പൂരി ഉണ്ടാക്കാൻ നമ്മുടെ ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ അതിൻ്റെ മാവൊക്കെ ഒന്ന് സെറ്റാക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. നമ്മളെ കയ്യിലൊന്നും മാവാവില്ല. അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല അടിപൊളിയായിട്ട് മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൂരിക്കുള്ള മാവ് സെറ്റായാൽ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം കറിക്കുള്ളതൊക്കെ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കലാണ്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞതും കൂടെ അതിലോട്ട് ചേർക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ചൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നടച്ച് വെച്ച് അത് സെറ്റായി കേട്ടോ. അതിനുശേഷം യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പോയി അയൺ ചെയ്യാണ്. മോനൊന്ന് ഒരുക്കി റെഡിയാക്കി കൊടുക്കണം. മോള് തന്നെ ഒരുങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് റെഡിയാക്കി കൊടുത്തു. അതിനുശേഷം അവരുടെ ലഞ്ച് ബോക്സും അതുപോലെ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. സ്നാക്സ് ഒന്നും ഇന്ന് വലിയ കാര്യമായിട്ടില്ല കേട്ടോ. ഇന്ന് ഓറിയോ ബിസ്ക്കറ്റാണ് എൻ്റെ കയ്യിൽ പെട്ടത്. അപ്പോൾ ഞാൻ അതൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പൂരിയാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ ഞാൻ അതിനുള്ള മാവൊക്കെ ഒന്ന് പരത്തി റെഡിയാക്കി വെക്കുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വേഗം റെഡിയാക്കി എടുക്കാമല്ലോ. അധികം താമസം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ പരത്താൻ പോയാൽ എല്ലാം കൂടെ ശരിയാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് പരത്തി വെക്കൂട്ടോ അവർക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. മോൻ ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് ഹോംവർക്കൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. മടി കാരണം അവന് ഇന്നലെ ഫുള്ള് റെഡിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി ഇന്ന് അടുക്കളയിൽ ഇരുന്ന് ചെയ്യണുണ്ടോ. അതിനിടയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വന്നപ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാൽ നമ്മുടെ കറി റെഡി കേട്ടോ. അങ്ങനെ അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഒരാൾ ഇപ്പോഴും ഇരുന്ന് എഴുതണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോ വന്നാൽ അവന് കഴിക്കാനൊന്നും ടൈം കിട്ടൂല. അങ്ങനെ അവരൊക്കെ വിട്ടതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പൂരി മസാലക്കറിയൊക്കെ എടുത്ത് അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ബൈ.